ഇന്ത്യൻ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയുടെ നാൾവഴികളിൽ അങ്ങോളം ഇങ്ങോളം റെയിൽവേ ഗതാഗതത്തെയും നമുക്ക് കാണുവാൻ കഴിയും. 1800കൾക്കിപ്പുറം ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് അത് അത്രമേൽ ചേർന്നിരിക്കുന്നു. അത്തരത്തിൽ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിർണായകമായിക്കൊണ്ട് അങ്ങോളം ഇങ്ങോളം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനുകൾ എന്ന സംവിധാനം ഒരു ദുരന്ത ചിത്രമായി മാറിയ കൂട്ടക്കൊലയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ലക്ഷ്യസ്ഥാനം തേടിക്കൊണ്ട് ഒരു ട്രെയിൻ കുതിച്ചു പായുകയാണ്. ഇതൊക്കെ ഇന്ത്യൻ മേഖലകളിൽ എന്ന ഒരു സാധാ കാഴ്ച മാത്രമായിരുന്നു. അങ്ങനെ അത് ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ്. എന്നാൽ പതിവിന് വിപരീതമായി ആ ട്രെയിനിൽ നിന്ന് ഒരു മനുഷ്യരും തന്നെ ഇറങ്ങുകയുണ്ടായില്ല. ആളുകൾ സംശയത്തോടെ നോക്കിയപ്പോൾ ട്രെയിനിനുള്ളിലെ ഓരോ മനുഷ്യരും കൊല്ലപ്പെട്ടിരുന്നു. ശവശരീരങ്ങൾ മാത്രം നിറഞ്ഞൊരു ട്രെയിനായിട്ടായിരുന്നു അന്നത് വന്നത്. വഴിയിൽ എവിടെയോ വച്ച് ട്രെയിനുകൾ തടഞ്ഞു നിർത്തി മനുഷ്യരെയെല്ലാം തന്നെ കൊന്നൊടുക്കിയിരിക്കുന്നു. ട്രെയിൻ ലക്ഷ്യസ്ഥാനത്തെത്തണം എന്ന ആവശ്യം കൊണ്ട് മാത്രം ലോക്കോ പൈലറ്റിനെ വെറുതെ വിട്ടിരിക്കുന്നു. എന്നാൽ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമായി ഒതുങ്ങിയതേയില്ല. പല ട്രെയിനുകളിലും ഇതേ അവസ്ഥയിൽ ശവശരീരങ്ങളുമായി മാത്രം യാത്ര ചെയ്യേണ്ടി വന്നു. അത് ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കൂട്ടക്കൊലയുടെ തുടക്കമായി മാറുകയാണുണ്ടായത്. ലോകത്തെ പല മേഖലകളെയും പോലെ ഇന്ത്യ ചരിത്രം എന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റേത് കൂടിയാണ്. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണകാലം എന്നത് കൊള്ളയുടെ മറ്റൊരു ചരിത്രം കൂടി പറയുന്നുണ്ട്. ഏതായാലും നീണ്ടുനിന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനപ്പുറം ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളിലേക്ക് കടന്നു ചെന്നു. ആ വഴികളിൽ ഓൾ ഇന്ത്യൻ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്കായി പ്രത്യേക രാജ്യമെന്ന അവകാശവാദവും ഉന്നയിച്ചു. അങ്ങനെ 1937കൾക്കിപ്പുറം പ്രത്യേക രാജ്യമെന്ന ആവശ്യം ശക്തമായി. ഒരു കാലം വരെയൊക്കെ മതേതരവാദിയായി നിലകൊണ്ടിരുന്ന മുഹമ്മദ് അലി ജിന്ന നിർമ്മിക്കപ്പെടാൻ പോകുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ വക്താവായി നേതാവായി മാറി തുടങ്ങി. ഓൾ ഇന്ത്യൻ മുസ്ലിം ലീഗിലെ ധനാഢ്യരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും ഒക്കെ തന്ത്രങ്ങൾ മാത്രമായിരുന്നു ഇതൊക്കെയെന്ന് ആ കാല ചരിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ മണ്ണിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എന്ന വലിയ രാജ്യം വിഭജിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെട്ടു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളായും എളുപ്പത്തിൽ ആ വിഭജനം നടത്താൻ തീരുമാനിക്കപ്പെടുകയാണ്. സ്വാധീന ശക്തികൾ ഇല്ലാതിരിക്കാനായി ഇംഗ്ലണ്ടിൽ നിന്നും സർ സിറിൽ റാഡ്ക്ലിഫ് എന്ന മനുഷ്യൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയത്തിനായി ഇന്ത്യയിലെത്തി. ഒരിക്കൽ പോലും ഇന്ത്യ സന്ദർശിച്ചിട്ടില്ലാത്ത സിറിൽ റാഡ്ക്ലിഫിന് അന്നുണ്ടായിരുന്ന ഇന്ത്യൻ സമൂഹങ്ങളുടെ അവസ്ഥ എന്തെന്ന് പോലും അറിയില്ലായിരുന്നു. തനിക്ക് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്ന് അതിർത്തി രേഖകൾ വരയ്ക്കുന്നത്. ഏതായാലും 1947 തുടക്കത്തിൽ തന്നെ വിഭജനം ഉണ്ടാവാൻ പോകുന്നു എന്ന വാർത്തകൾ പരന്നു. അതോടെ മനുഷ്യരും പല നടപടികളിലൂടെ വിഭജിക്കപ്പെട്ടു. അതിർത്തി മേഖലകൾ സംരക്ഷിക്കാനായി നടപടികളെടുക്കേണ്ട ബ്രിട്ടീഷ് അതിൽ നിന്നും ശ്രദ്ധാപൂർവം കൈയൊഴിഞ്ഞു. കലാപ സാധ്യതകളെ തടയാനായി സൈനിക വിന്യാസങ്ങളൊന്നും തന്നെ വലിയ തോതിൽ എവിടെയും ഉണ്ടായില്ല. 1947 മാർച്ചോടെ തന്നെ പ്രകടമായ രീതിയിൽ പലയിടത്തും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മുസ്ലിം ജനവിഭാഗത്തിന് പാകിസ്ഥാനിലേക്കും ഹിന്ദുക്കൾക്കും സിഖുകാർക്കുമൊക്കെ ഇന്ത്യയിലേക്കും യാത്ര ചെയ്യേണ്ടി വരും എന്നത് സമൂഹങ്ങൾക്കിടയിൽ പേടി സൃഷ്ടിച്ചു, അല്ലെങ്കിൽ പേടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം. ഈ പേടി സമൂഹങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുകയുമുണ്ടായി. എൻ്റെ മണ്ണ് നിൻ്റെ മണ്ണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു ചെന്നു. പഞ്ചാബ് മേഖലകൾ എന്നത് ഹിന്ദു, മുസ്ലിം, സിഖ് എന്നീ വിഭാഗങ്ങളൊക്കെ ഏതാണ്ട് ഒരേ ശതമാനത്തിൽ നിലനിന്ന മേഖലകളായിരുന്നു. അവിടെ വിഭജനമുണ്ടായി. അത് വലിയൊരു പ്രശ്നവുമായി മാറി. മുസ്ലിം ഭൂരിപക്ഷമായി വെസ്റ്റേൺ പഞ്ചാബും ഹിന്ദു സിഖ് മേഖലകളായി കിഴക്കൻ പഞ്ചാബ് എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടു. ഈ കിഴക്കൻ പഞ്ചാബ് എന്നത് ഇന്നത്തെ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന എന്നീ മേഖലകളാണ്. ഇത്തരത്തിൽ ഇവിടെയൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങൾ വലിയൊരു കൂട്ടക്കൊലയ്ക്ക് തന്നെ തുടക്കമിടുകയാണുണ്ടായത്. ജനങ്ങൾ മറ്റൊരു വിഭാഗത്തെ ആക്രമിക്കുന്ന അവസ്ഥകളുണ്ടായി. പലരും ജീവനും കൊണ്ട് അതിർത്തി കടക്കേണ്ടി വന്നു. അതിർത്തി കടക്കാൻ പോലും അനുവദിക്കാതെ പലരെയും കൊലപ്പെടുത്തി തുടങ്ങി. പലരും തടന്നും കാളവണ്ടികളിലുമൊക്കെ തന്നെ അതിർത്തി കടക്കാൻ കഷ്ടപ്പെട്ടു. എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് ക്രൂരതകളുടെ മണ്ണിനെയാണ്. അക്രമങ്ങളും കൂട്ടക്കൊലകളും വീട് കത്തിക്കലും സെക്ഷൽ വയലൻസും തട്ടിക്കൊണ്ടുപോകലും നിർബന്ധിത മതം മാറ്റലും തുടങ്ങി ആ മേഖലകളിലാകെ ജനങ്ങൾ ക്രൂരത നേരിടുന്നവരും ക്രൂരത കാണിക്കുന്നവരുമായി മാറി. അക്രമത്തിനായി വലിയ സംഘങ്ങൾ തന്നെ നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ അത് വിവരിക്കാനാവുന്നതിലധികം അപ്പുറം ക്രൂരമായ പൈശാചികമായ സ്ഥിതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ആ കാലത്തെ ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരൊക്കെ ഇതിനെപ്പറ്റി എഴുതിയിട്ടുമുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇവരൊക്കെ തന്നെയും നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ക്രൂരതയെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്.
ഏതായാലും ജീവിക്കാൻ ആഗ്രഹിച്ച ജനങ്ങൾ അതിർത്തി കടക്കാൻ പരമാവധി ശ്രമിച്ചു. അഭയാർത്ഥികൾക്ക് അതിർത്തി കടക്കാനായി ട്രെയിനുകൾ നൽകപ്പെട്ടു. ട്രെയിനിനെ സംരക്ഷിക്കാൻ സൈന്യമുണ്ടായിരുന്നെങ്കിലും അതൊക്കെ വെറും നാമം മാത്രമായിരുന്നു. അമൃത്സറിൽ നിന്നും പോവാനൊരുങ്ങിയ ട്രെയിനിനെ സിഖ് കലാപകാരികൾ ആക്രമിക്കുകയും 1000-ലധികം മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയുമുണ്ടായി. അങ്ങനെ ട്രെയിൻ ആക്രമണങ്ങൾ ഈ മേഖലകളിൽ സ്ഥിരമായി മാറി. അത് അതിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്ന ട്രെയിനുകളിലെ ജനങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനും മരണപ്പെടുന്നതിനും കാരണമായി മാറി. അങ്ങനെ അതിർത്തികൾക്കപ്പുറവും ഇപ്പുറവും ട്രെയിനുകൾ എന്നത് എല്ലാത്തരം വിഭാഗങ്ങളിലെ മനുഷ്യരെയും കൊന്നൊടുക്കുന്ന ഒരു മേഖലയായി മാറി. രക്തമൊഴുകി ശവശരീരങ്ങളുമായി ആ ട്രെയിനുകളെല്ലാം തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് പതിവായി. അങ്ങനെ ആ ട്രെയിനുകൾ ഗോസ്റ്റ് ട്രെയിൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങുകയുമുണ്ടായി. അമൃത്സറിലും അംബാലയിലും ഫിറോസ്പൂരിലും ഗോസ്റ്റ് ട്രെയിൻസ് നിരന്തരം എത്തിയെന്ന് ചരിത്രം പറയുന്നുണ്ട്. അതിർത്തി കടന്ന് മനുഷ്യരെ ഒന്നിപ്പിക്കേണ്ടിയിരുന്ന ട്രെയിനുകളെല്ലാം തന്നെ മരണത്തിൻ്റെ യാത്രയായി മാറുകയാണ് ഉണ്ടായത്. വിഭജിക്കപ്പെടാത്ത പഴയകാല ഇന്ത്യയിൽ ആ കാലത്ത് ഏകദേശം 39 കോടി ജനങ്ങളുണ്ടായിരുന്നു എന്നാണ് കണക്ക്. വിഭജനത്തിനപ്പുറം ഇന്ത്യ, ഈസ്റ്റ്, വെസ്റ്റ് പാകിസ്ഥാൻ എന്നീ നിലകളിൽ ഈ പ്രദേശങ്ങൾ വിഭജിക്കപ്പെട്ടപ്പോൾ അന്ന് 33 കോടി ജനങ്ങളും ഇന്ത്യൻ മേഖലകളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 3 കോടി പേർ വെസ്റ്റ് പാകിസ്ഥാനിലും അതേ കണക്ക് 3 കോടി പേർ ഈസ്റ്റ് പാകിസ്ഥാനിലും നിലകൊണ്ടു. എന്നാൽ ഇതിനപ്പുറം അതിർത്തികൾ നിർണ്ണയിക്കപ്പെട്ടതോടെ സമൂഹങ്ങൾ പരസ്പരം തമ്മിലടിക്കാൻ ആരംഭിച്ചു. അക്രമത്തിനായി മാത്രം ആളുകൾ നിർമ്മിക്കപ്പെട്ടു. അതോടെ ഒരു ദുരന്ത ചരിത്രം സത്യത്തിൽ ഉടലെടുക്കുകയാണ് ഉണ്ടായത്. അതിർത്തികൾ നിർണ്ണയിക്കപ്പെട്ടതിനപ്പുറം ചുരുങ്ങിയത് 1.5 കോടി പേർ അതിർത്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നാണ് കണക്ക്. 1951 ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സെൻസസ് നമുക്ക് പരിശോധിക്കാം. പാകിസ്ഥാനിലേക്ക് എത്തിയ മനുഷ്യരുടെ എണ്ണമായി പാകിസ്ഥാൻ കണക്കാക്കിയത് 72,26,000 പേരെയാണ്. ഭൂരിഭാഗവും ഇന്ത്യൻ മേഖലകളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു വന്ന മുസ്ലിങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലേക്ക് കടന്നു വന്നവരുടെ എണ്ണം എന്നത് 72,95,870 പേരാണ്. അതിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ മേഖലകളിൽ നിന്നുള്ള ഹിന്ദുക്കളും സിഖുകാരുമാണ്. അപ്രകാരം പറിച്ചു നടപ്പെട്ടവരുടെ ആകെ എണ്ണം എന്നത് 1.5 കോടിയിലധികം വരും എന്നതാണ്. ഇത് കണക്കുകൾ ലഭ്യമായിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് എന്നും കൂടി ഓർക്കേണ്ടതുണ്ട്. പാർട്ടീഷൻ്റെ ഭാഗമായി മാസ് മൈഗ്രേഷൻ നടന്നിരിക്കുന്നത് പഞ്ചാബ്, ബംഗാൾ മേഖലകളിലാണല്ലോ. വലിയ ദുരന്തങ്ങളും സ്വാഭാവികമായും സംഭവിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ തന്നെയാണ്. ഈ മേഖലകളിലെ ജനസംഖ്യയുടെ കണക്കുകൾ കൂടുതൽ ഭീകരമായ ഒരവസ്ഥയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുക. അതായത് അതിർത്തി ദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയവരുടെ കണക്കുകൾ ഒരുപക്ഷെ ലഭ്യമായിരിക്കാം. മരിച്ചു വീണവരുടെ കണക്കുകൾ പൊതുവെ 2 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുമൊക്കെയായി പറയാറുമുണ്ട്. എന്നാൽ ലക്ഷ്യസ്ഥാനം തേടി യാത്ര ചെയ്തവരിൽ അതെത്താതെ പാതി വഴിയിൽ മറഞ്ഞുപോയ എത്ര പേരുണ്ടാവും? ആ കണക്കുകളും അതിഭീകരമാണ്. ഏതായാലും ഇന്ത്യൻ അതിർത്തി മേഖലകളിൽ മാസ് മൈഗ്രേഷൻ കണ്ടതുപോലെ തന്നെ അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായി. അതുപോലെ തന്നെ അത്രയും പേർ വഴിയിൽ മരിച്ചു വീഴുകയും ചെയ്തു. ക്രൂരതയുടെ അങ്ങേയറ്റം കണ്ടത് ഏതായാലും പഞ്ചാബ് മേഖലകളിലാണ്. ഈസ്റ്റ് പഞ്ചാബ് മേഖലകളിൽ മുസ്ലിങ്ങൾ ഇല്ലാതായെന്ന് പറയാം. വെസ്റ്റ് പഞ്ചാബിൽ ഹിന്ദുക്കളും സിഖുകാരും ഇല്ലാതായെന്നും പറയാം. മൗണ്ട് ബാറ്റൻ പണ്ട് കൊല്ലപ്പെട്ടത് 2 ലക്ഷം പേർ മാത്രമാണെന്ന രീതിയിൽ ഒരു കാലത്ത് പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ആ കാലത്തെ ബ്രിട്ടീഷ് അധികാരികളുടെ എഴുത്തുകളിൽ തന്നെ അത് എത്രയോ ലക്ഷങ്ങളാണ്. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പ്രശ്നങ്ങളിൽ മരിച്ചു വീണത് 20 ലക്ഷത്തിലധികം പേരാണ് എന്നതാണ് പൊതുവെയുള്ള ചരിത്രം. കണക്കുകളിൽ ഉൾപ്പെടാതെ പാതി വഴിയിലും മറ്റും ഇല്ലാതായവരുടെ എണ്ണം എന്നതും അതുപോലെ തന്നെ വരാം. ഒന്നായി ജീവിച്ചവരിൽ നിന്നും വിഭജനത്തിലൂടെ കലാപങ്ങളും ആക്രമണങ്ങളും കൊലപാതകങ്ങളുമായി മാറിയ ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത ഏടുകൂടിയാണ് ഇന്ത്യ വിഭജനം എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്.